രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ ഈ കേസ് നമ്മൾ മറന്നുപോയോ? ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും ഈ കേസിൽ അന്നത്തെ സർക്കാർ എടുത്ത നിലപാട് എന്താണെന്നും ഓർമ്മിച്ചുകൊണ്ട് വേണം ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തെ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ ആ കേസ് ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. ഈ കേസ് യഥാർത്ഥത്തിൽ വന്ന് 2018 7 വർഷം കൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കാനോ അഥവാ ബോധ്യപ്പെടുത്താനോ ശ്രമിക്കുന്നത് ഈ കേസ് കൊടുത്തത് CPM-ഓ സർക്കാരോ ആണോ എന്ന മട്ടിലാണ്. യഥാർത്ഥത്തിൽ ഈ കേസ് 2018 വരുന്നതിന് മുൻപ് ഒരു ചരിത്രം കൂടിയുണ്ട്. ശബരിമലയിൽ ഈ പെൺകുട്ടികൾക്ക് യുവതികൾക്ക് പ്രവേശനം വേണം എന്ന് വാദിച്ചൊരു പ്രമുഖനായ നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് ഭയ്യാജി ജോഷി എന്നാണ്. 2016 ഇതേ ഭയ്യാജി ജോഷി, RSSന്റെ ജനറൽ സെക്രട്ടറിയായ ഭയ്യാജി ജോഷി പറഞ്ഞത് 1000 കൊല്ലം പഴക്കമുള്ള ഒരാചാരമാണെങ്കിൽ പോലും യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഏർപ്പാട് ശരിയല്ല. അതുകൊണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്ന നിലപാടെടുത്തത് RSSന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ ഭയ്യാജി ജോഷിയാണ് 2016. 2006 തന്നെ അത്തരം ഒരു നീക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് സാക്ഷാൽ നമ്മുടെ രാജഗോപാൽ അടക്കമുള്ളവർ വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്ന നിലപാടെടുത്ത സംഘടനയുടെ പേര് RSS ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട 5 യുവതികൾ സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായിട്ട് പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു യുവതിയുടെ പേര് കൂടി ഞാൻ പറയാം, പ്രേരണകുമാരി എന്നായിരുന്നു. ചൌക്കിദാർ പ്രേരണ എന്നാണ് അവർ സ്വയം ട്വിറ്ററിൽ ബോധ്യപ്പെടുത്തിയിരുന്നത്. അവർ രേഖപ്പെടുത്തിയിരുന്നത് എന്താണ്? ആ BJPയുടെ സുപ്രീം കോടതിയിലെ ലീഗൽ സെല്ലിലെ സെക്രട്ടറി ആണെന്ന് ട്വിറ്ററിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രേരണകുമാരിയാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജിക്ക് പോയ 5 പേരിൽ ഒരാൾ. ഇതേ ചൌക്കിദാർ പ്രേരണകുമാരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പൂർവാഞ്ചൽ മോർച്ചയുടെ BJPയുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്നു എന്നുമാണ് ട്വിറ്ററിൽ അവകാശപ്പെടുന്നത്. അപ്പോൾ കോടതിയിൽ യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് കേസിന് പോയതാരാ? കേസിന് പോയത് BJPയുടെ സുപ്രീം കോടതിയിലെ ലീഗൽ സെല്ലിലെ സെക്രട്ടറി എന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രേരണകുമാരി. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനം വേണം എന്ന നിലപാടെടുത്ത സംഘടനയുടെ പേരെന്താ? അത് RSS. എടുത്ത നേതാവിന്റെ പേരെന്താ? ഭയ്യ ജോഷി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ യുവതീ പ്രവേശനം വേണമെന്ന നിലപാട് അന്ന് CPM എടുത്തിട്ടില്ല. അത്തരമൊരു കേസിന് പോകണമെന്ന നിലപാടും CPM എടുത്തിട്ടില്ല. എന്നാൽ നോക്കൂ, ഇവിടെ കേസ് വന്നതിനു ശേഷം അത് സുപ്രീം കോടതി വിധിയായി കഴിയുമ്പോൾ ആ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അത് പിന്നീട് കേരളത്തിലെ കോൺഗ്രസിന് ഒരുപാട് സുപ്രീം വിധി വരുന്ന സമയത്ത് സുപ്രീം എന്താ എടുത്തിരിക്കുന്നത്? ഭരണഘടനാപരമായ ഒരു അവകാശവും ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയല്ലേ നിലപാടെടുക്കുന്നത്? ആ നിലപാട് തന്നെയല്ലേ വേണ്ടത്. ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും സാധ്യമാവണം. വിശ്വാസിയായ ഒരു യുവതി ഉണ്ടെങ്കിൽ ആ യുവതിക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ കഴിയണം. വിശ്വാസിയാണെങ്കിൽ വിത്ത് ഇൻവേർട്ടഡ് കോമ, വിശ്വാസികളല്ലാത്തവരുടെ കാര്യമല്ല. അപ്പോൾ വിശ്വാസികളായ ഒരു യുവതി വരുന്നില്ലെങ്കിൽ വേണ്ട, വിശ്വാസിയായ ഒരു യുവതി വരുന്നുണ്ടെങ്കിൽ വേണം എന്ന നിലപാടായിരുന്നു ഉള്ളത്.